പിന്നിൽ മാറി നിന്ന ഹാളു കിച്ചുവിനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. മിസ് യു ഡി. ഓ പിന്നെ മാസം 1 ആയില്ലല്ലോ നമ്മൾ ബൈ പറഞ്ഞിട്ട്. ഒന്ന് പോ പെണ്ണെ. അവൾ ഹാളുവിനെ പിന്നിലേക്ക് മാറ്റി. ആ നിനക്കവിടെ എല്ലാവരെയും കിട്ടിയല്ലോ, എനിക്ക് മാത്രമല്ലേ മിസ്സിംഗ് ഒക്കെ. ഹാള് കണ്ണു നിറച്ചു. അയ്യോടി നീ കഴിഞ്ഞല്ലേ നിക്ക് മറ്റാരും ഉള്ളു പെണ്ണെ. കിച്ചു അവളെ കെട്ടിപ്പിടിച്ചു. വാ നെച്ചു മുകളിൽ നിന്നെ കാത്തിരിപ്പുണ്ട്. നീ അവളോട് മിണ്ടിയില്ലെന്ന് അവൾ പറഞ്ഞു. ദേ കിച്ചു, കല്യാണമായിട്ട് അതിനെ വിഷമിപ്പിക്കണ്ട. എല്ലാവരും അകത്തേക്ക് കയറൂ, ഞാൻ സംഭാരം എടുക്കാം കേട്ടോ. അച്ചമ്മ അകത്തേക്ക് നടന്നു. ദേ നോക്ക് ഹാളു, ഇതാണ് ജെന്നി. നിന്നെപ്പോലെ എൻ്റെ മനസ്സറിയുന്ന എൻ്റെ പുതിയ കൂട്ട് ജെന്നി. ഇതെൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം. അയ്യോ അറിയാം, ആഞ്ഞിലയുടെ മണ്ടയിൽ ഇവളെ ഒറ്റക്കിട്ട് ഓടിയതിൽ ഒരാൾ. ജെന്നി ചിരിയടക്കി പറഞ്ഞു. ജെന്നി മോളെ വന്നപ്പോൾ തന്നെ 6 അടിക്കുന്നു. എൻ്റെ ശിവേട്ടനിങ് വരട്ടെ, ശരിയാക്കി തരാം. ആ മൂപ്പര് ഇവിടെ ഇല്ലേ? അല്ലെങ്കിൽ എയർപോർട്ടിൽ കാണേണ്ടതായിരുന്നല്ലോ, കിച്ചു ചോദിച്ചു. ഏട്ടൻ എറണാകുളമാണ്, എത്തിയിട്ടില്ല, നാളെ എത്തും. നിങ്ങൾ വാ. എല്ലാവരും അകത്തളത്തിലേക്ക് കയറുമ്പോൾ മട്ടുപ്പാവിലിരുന്ന് അവൾ ഓരിച്ചിരിക്കുകയായിരുന്നു. നീ ഇവിടെ തിരികെ എത്തിയല്ലോ, പിന്നാലെ അവനും എത്തും നിന്നെ തേടി, രുദ്രൻ. അവനെയാണ് എനിക്കും ആവശ്യം. വരട്ടെ, കല്യാണം വരട്ടെ, ഞാൻ കാത്തിരിക്കുകയാണ്. തേവക്കൽ കിച്ചു ഒരു വാക്കുപോലും പറയാതെ പോയതിൽ കലിതുള്ളി നടക്കുവാണ് ആരോൺ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ ചേട്ടൻ പന്നി, അവളെ അങ്ങോട്ടേക്ക് വിടണ്ടാന്ന്. അവളുടെ തന്ത ഹീസ് എ മോൺസ്റ്റർ യുനോ. എന്തേലും അങ്ങേരറിഞ്ഞാൽ ഇനി. അവൻ്റെ ശബ്ദം ഒന്ന് വിറച്ചു. ഇതെല്ലാം കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചിരിക്കുവാണ് ഷാരോൺ. ആരു അവൻ്റെ ചുമലിൽ വന്ന് തട്ടിക്കൊണ്ട് ഷാരോൺ വിളിച്ചു. അവൻ ദേഷ്യം പിടിച്ചിരിക്കുവാണെന്ന് അവന് മനസ്സിലായി. ഡാ കം വിത്ത് മീ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. സി ആരു, നിനക്ക് പേടിയുണ്ടോ അവളെ ഇനി നഷ്ടപ്പെടുമെന്ന്? ഏട്ടൻ്റെ ചോദ്യത്തിൽ അവനൊന്ന് പരുങ്ങി. മടിക്കേണ്ട, പറയ്. ദേവ് പറഞ്ഞെനിക്കെല്ലാം അറിയാം. നീ എന്തുമാത്രം അവളെ സ്നേഹിച്ചിരുന്നുവെന്നും അല്ല സ്നേഹിക്കുന്നുവെന്നും. അവൾ നിന്നെ തിരിച്ചു. അതിലും ഉയരത്തിൽ അമ്മയോടുള്ള ഇഷ്ടം എല്ലാം. പക്ഷേ ഒന്നിനു വേണ്ടിയും ഇനി നിനക്ക് അവളെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഷുവർ, ഇത് ഞങ്ങളുടെ വാക്ക്. ഷാരോൺ അവനെ ചേർത്ത് പിടിച്ചു. എന്തോ ഇപ്പോൾ എപ്പോഴും കാണുന്നത് കൊണ്ട് കണ്ണിൻ്റെ മുന്നിലില്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ടെന്തോ മൈൻഡാകെ ഡിസ്റ്റർബ്ഡാണ് അയാൾ. ആ സേതുമാധവൻ എന്തു ചെയ്യാനും മടിക്കില്ല. ഐ വാണ്ട് ടു ഗോ ഫോർ എ ഡ്രൈവ്. അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവളതിന് ഒറ്റയ്ക്കല്ലാലോ, ജെന്നിയില്ലേ, ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ഹെയർ. നീ ഒറ്റയ്ക്ക് റൈഡ് പോവണ്ട, എന്നാൽ വാ, ഞാൻ കൂടെ വരാം. ഹോ ഗോഡ്, ഏട്ടന് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ജെന്നി ബെസ്റ്റ്. രഹസ്യം പറഞ്ഞാൽ പോലും 4 ഫർലോങ് അകലേക്ക് കേൾപ്പിക്കുന്ന ആ തലയ്ക്ക് വെളിവില്ലാത്ത പെങ്കൊച്ചിൻ്റെ കൂടെയാ. ഹാ വെൽഡൻ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവ് അല്ല പറഞ്ഞത്, ഒരു 2 മന്ത് ഡ്രൈവ്. അയ്യോ വേണ്ട, അടുത്ത ആഴ്ചയാണ് ദേവിൻ്റെ കല്യാണം, നമുക്ക് പോകണം. നിൻ്റെ പെണ്ണിനെ കാണണ്ടേ? നീ ഇങ്ങനെ ധൃതി കൂട്ടണ്ട. ഇപ്പോഴൊന്ന് കണ്ടാൽ പോരെ, ആ ശബ്ദമൊന്ന് കേട്ടാൽ പോരെ. പിന്നെ ജെന്നി, അവൾക്ക് ഈ ബഹളവും ഒച്ചപ്പാടും മാത്രമേ ഉള്ളൂ. ബട്ട് ഷീ ഈസ് സോ ക്ലവർ ആൻഡ് ഹാൻഡ് വർക്കിംഗ്. ഐ ലൈക്ക് ഹെർ ആറ്റിറ്റ്യൂഡ്. ഷാരുൺ അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സീരിയസ്ലി? അവൻ്റെ കണ്ണുകൾ വിടർന്നു. ജസ്റ്റ് എ മൊമെൻറ്റ്. ഷാരോൺ ഫോണെടുത്ത് വീഡിയോ കോൾ ഓൺ ചെയ്തു. കോളിംഗ് കിച്ചു. ഹലോ ഏട്ടാ, ഞങ്ങൾ എത്തി കേട്ടോ. ഞാൻ അപ്പച്ചിയെ വിളിച്ചിരുന്നു, അപ്പച്ചി പറഞ്ഞില്ലായിരുന്നു? എടി പൊട്ടിക്കാളി, അവിടെ കിടന്ന് അപ്പച്ചി ഏട്ടൻ എന്നൊക്കെ കിടന്ന് കൂവാതെ. നിൻ്റെ തന്ത കേട്ടാ തീർന്ന്. അവൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. മറന്നു, ഞങ്ങളെ ഇപ്പോൾ കടവില. ദേ ഇവൾക്ക് വെള്ളം കാണണമെന്ന് പറഞ്ഞിട്ട് വന്നതാ. കിച്ചു മൊബൈൽ ജെന്നിക്ക് നേരെ തിരിച്ചു. ഹലോ, ഞങ്ങൾ പോന്നിട്ട് മിസ് ചെയ്യുന്നുണ്ടോ സർ? ജെന്നി ഒരു ഈണത്തിലങ്ങ് ചോദിച്ചു. എന്തിനെ, കുറച്ച് സമാധാനമുണ്ട് ഇപ്പോൾ. കൂക്കലും വെളിയുമൊന്നും ഇല്ലാത്ത ചുറ്റുവട്ട സ്വസ്ഥമാണ്. അവൻ ചിരിയടക്കി പറഞ്ഞു. അതിന് മറുപടിയായി ജെന്നി മുഖം വീർപ്പിച്ച് കാണിച്ചു. അത് കണ്ട് ഷാരോണിൻ്റെ കണ്ണുകളും മെല്ലെ അവളുടെ കൂർപ്പിച്ച ചുണ്ടുകളിലേക്ക് നീങ്ങി. പെട്ടെന്നാണ് കിച്ചു ഫോൺ തട്ടി വാങ്ങിയത്. ഹലോ ഏട്ടാ, ബാക്കി എല്ലാവരും? അവൾ പാതിവയിൽ ചോദ്യം നിർത്തിക്കൊണ്ട് ഷാരോണിനെ നോക്കി. ആരെ അകിച്ചു? ബാക്കിയെല്ലാവരും? അമ്മ താഴെയുണ്ട്, പപ്പയും. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ഷാരോണിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആരുവിനെ അവളുടെ ശബ്ദം മാത്രമേ കേൾക്കുവാൻ കഴിഞ്ഞുള്ളൂ. അവളെ ഒരു നോക്ക് കാണുവാൻ അവൻ്റെ ഉള്ളം പിടഞ്ഞു. കിച്ചു ഒന്ന് മൂളി. എന്തേ കിച്ചു, വേറെ ആരെയാ തിരക്കുന്നേ? ഷാരോൺ അവളെ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ ചുമൽ കൂച്ചി. ആരുവിനെയാണെങ്കിൽ അവൻ നേരത്തെ ഉറങ്ങി. ആ മറുപടിയിൽ അവളുടെ മുഖം വാടി. ഏട്ടാ, ഞങ്ങൾ മനയിലേക്ക് ചെല്ലട്ടെ, സമയം വൈകി. ഒത്തിരി വൈകിയ പുറത്തു നടന്നാൽ അച്ചമ്മ പിണങ്ങും. അവളുടെ ശബ്ദം വല്ലാതായി. എന്തടാ, അവനെ കാണാഞ്ഞിട്ടാണോ ഈ സങ്കടം? ഏട്ടൻ കാണിച്ചു തരാം അവനെ. ആ പക്ഷെ ആ കാട്ടുമാക്കാൻ അറിയരുത് കേട്ടോ, ഞാൻ കാണണമെന്ന് പറഞ്ഞത്. അവൾ പല്ലിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, കാട്ടുമാക്കാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വാങ്ങി ബാൽക്കണിയിലേക്ക് നടന്നു ആരോൺ. ഓടിക്കോടാന്നത്തെ. ജെന്നി ആരോണിനെ കണ്ടതോടെ ഉള്ള ജീവനും കൊണ്ട് ഓടി. കിച്ചു ആരോണിൻ്റെ കണ്ണുകൾ അത്രയും അരികെ കണ്ടതിൻ്റെ നെഞ്ചിടിപ്പിലായിരുന്നു. അവൻ്റെ 2 പച്ചക്കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി നിൽക്കുകയാണ്. അർച്ച. അവൻ മെല്ലെ വളരെ ശബ്ദം താഴ്ത്തി അവളെ വിളിച്ചു. അവനെ ഒന്ന് പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുവാൻ തോന്നി അവൾക്ക്, അവൻ്റെ അത്രയും മൃദുലമായ ആ വിളിയിൽ. അവൾ മുഖം കുനിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ഡു യു മിസ് മീ?
ഐ വാണ്ട് ടു ഹഗ് യു നൗ ടൈറ്റ്ലി ക്ലോസ്ലി. എന്തോ വല്ലാതെ മിസ് ചെയ്യുന്നടോ, അടുത്തില്ലാതെ പറ്റുന്നില്ല അതാ. അവൻ അവളെ നോക്കി അത് പറയുമ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടച്ചു. കാരണം അവൾക്ക് തോന്നിയ അതേ വികാരമാണ് ഇപ്പോൾ അവൻ്റെ മനസ്സിലെന്നറിഞ്ഞപ്പോൾ. എന്നെ മനയിൽ തിരക്കും, ഞാൻ പോവാ. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പൊക്കോ, ഞാനും വരുന്നുണ്ട് ദേവിൻ്റെ കൂടെ. തിരികെ പോരുമ്പോൾ വലത് കൈയിൽ നിന്റെ കൈയും ചേർക്കും. ഓൾ റൈറ്റ്, സീ യു സൂൺ. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടെ ആഴത്തിൽ നോക്കിക്കൊണ്ടവൻ കോൾ ഡിസ്കണക്റ്റ് ആക്കി. ഫോൺ ഷാരോണിന് കൊടുത്ത് അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചിട്ട് റൂമിലേക്ക് പോയി. ഷാരോൺ അപ്പോൾ തന്നെ കോൾ ചെയ്തത് ദേവിനാണ്. എടാ ദേവ്, സക്സസ്. ഇനി നമ്മൾ അവരെ സെറ്റാക്കാൻ ബുദ്ധിമുട്ടണ്ട, അവർ ഓൾറെഡി റീസെറ്റ് ആയിരിക്കുന്നു, ഷാരോൺ അത്രയധികം സന്തോഷത്തോടെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി ഷാരു. അവളെ ഇപ്പോൾ കാണുമ്പോൾ ആ പഴയ ചോരകുടിയൊന്നും ഇല്ല. അവൾ പുറമെ ദേഷ്യം കാണിക്കുമെങ്കിലും അവൾക്കും അവൻ ജീവനാ. എനിക്കിപ്പോൾ അതല്ല പേടി. ഇനി മനയിൽ ചെന്ന് സേതുവിനെ കാണുമ്പോൾ അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്ന ആ പേടി എനിക്കും ഇല്ലാതില്ല ഷാരു. വരുന്നത് നേരിടാം, അതേ വഴിയുള്ളൂ. അങ്ങ് ഇലവള്ളി മഠത്തിൽ. കിച്ചു, നീ എത്ര ദിവസമായി എന്നോട് സംസാരിച്ചിട്ടെന്ന് അറിയോടി നിനക്ക്? നെച്ച് അവളുടെ ഇരു തോളുകളിലും കുലുക്കിക്കൊണ്ട് ചോദിച്ചു. തുടരുത് നീ എന്നെ, ചേച്ചിയാണ് പോലും. നിനക്ക് എന്നോട് ആ ഒരു ഫീലിംഗ് ഉണ്ട്. നീ ഈ കാര്യങ്ങളെല്ലാം എന്നോട് മറച്ചു വെക്കുമോ? ആരോണിനെ കാണാതെ എത്രയോ നാളുകൾ ഞാൻ ഭ്രാന്ത് പിടിച്ച പോലെ നടന്നിരുന്നു. ഒരു വാക്ക് പറഞ്ഞോ? അച്ചയുടെ കാര്യങ്ങളൊന്നും നീ പറഞ്ഞില്ല. ഞാനൊരു മണ്ടി. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാൻ മാത്രം. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. മോളെ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്നിട്ട് നീ ഇങ്ങനെ വിഷമിക്ക്. നമ്മുടെ അച്ചയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് നീ അറിഞ്ഞാൽ ഒരു പക്ഷെ നീ അച്ചയെ വെറുത്തേക്കും. അത് ആലോചിക്കുമ്പോൾ എനിക്കാകെ മനസ്സിനെന്തോ വിങ്ങലായിരുന്നു. പക്ഷെ അച്ച നിരപരാധിയാണ്. പിന്നെ അപ്പച്ചി, ആരോൺ, അതൊക്കെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നിന്റെ റെസ്യൂം സേറയിലേക്ക് അയച്ചു കൊടുത്തത് ഞാനായിരുന്നു. മനഃപൂർവ്വമായിരുന്നു. അപ്പോഴേലും എല്ലാം കലങ്ങി തെളിയുമെന്ന് കരുതി. അപ്പോൾ അവിടെയും രണ്ടുമിടി. അച്ഛ ഇതൊന്നും ഇപ്പോൾ അറിയരുത്. വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മുടെ ലവ് മാരേജ് ആണെന്ന് അറിയുമ്പോഴും ആരോണിൻ്റെ കാര്യത്തിലും ഒരു യുദ്ധം ഉറപ്പാണ്. എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നോളൂ. നേത്ര അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. അതിലൊന്നും എനിക്ക് പേടിയില്ല. നിൻ്റെയും ദേവേട്ടൻ്റെയും കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, അത് യാതൊരു പ്രശ്നവും കൂടാതെ. പിന്നെ എനിക്കറിയേണ്ടത് ഗായത്രി. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞേ തീരൂ. എന്തൊക്കെയോ ചുരുളഴിയാത്ത പോലെ. എന്ത് ചുരുൾ? ഗായത്രി മരിച്ചു, അത്രേ ഉള്ളൂ. അച്ചയ്ക്ക് ആ സ്ത്രീയെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ പിന്നിലെന്താ? അതൊന്നുമില്ല നെച്ചു, ഞാൻ പറയാമെല്ലാം. അതിനു മുന്നേ എനിക്ക് അച്ചമ്മയെ കണ്ട് കുറച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. എന്തായാലും നിന്റെ കല്യാണത്തിന് മുന്നേ ഞാനത് ചോദിച്ചറിയും, ഷുവർ. കിച്ചു ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഹാളുവിനെ കൂട്ടി അവൾ നെച്ചുവിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി. ജെന്നി അച്ചമ്മയ്ക്കും അമ്മയ്ക്കും പിന്നെ ഹാളുവിൻ്റെ അമ്മയ്ക്കും ഒപ്പം പിടിപ്പത് തീറ്റയിലാണ്. അച്ചമ്മ വട്ടയപ്പം ഉണ്ടാക്കിയിടും, ജെന്നി എടുത്ത് വിഴുങ്ങും. വീണ്ടും ഉണ്ടാക്കിയിടും, ജെന്നി വിഴുങ്ങും. അവസാനം കിച്ചു വന്ന് അടുക്കളയിൽ നിന്നും വലിച്ചുകൊണ്ട് പോവേണ്ടി വന്നു. എന്നാ ടേസ്റ്റാണിടി നിൻ്റെ മനയിലെ ഫുഡിനൊക്കെ. ഉഫ്, അമേസിങ്. അച്ചമ്മ നാളെ എനിക്ക് പാലട കൂട്ടി സദ്യ തരാമെന്ന് പറഞ്ഞു. അവർ മൂന്നാളും കോലായിലിരിക്കുമ്പോഴാണ് സേതു തൊടിയിൽ നിന്നും അപ്പച്ചൻ്റെ കൂടെ മനയിലേക്ക് കയറി വരുന്നത്. അച്ചയുടെ ഉണ്ണിമോൾ എത്തിയോ? ഇതെപ്പോൾ വന്നു? നാളെ വരുമെന്നല്ലേടാ പറഞ്ഞത്? സേതു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കുറച്ചായി വന്നിട്ടച്ചേ. അത് പിന്നെ അങ്ങനെ നിന്നപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ തോന്നി. ഇവൾ ജെന്നിഫർ. അവൾ ജെന്നിയെ അച്ഛന് പരിചയപ്പെടുത്തി. ജെന്നിയോട് കുറച്ചു നേരം അച്ഛനും സംസാരിച്ചു കഴിഞ്ഞ് അവർ രണ്ടാളും കയ്യും മുഖവും കഴുകാൻ കുളത്തിലേക്ക് പോയി. ഹാളു, ശിവേട്ടൻ ഇനി എപ്പോൾ വരും? കിച്ചു തിരക്കി. അല്ല, എൻ്റെ ഏട്ടൻ നിൻ്റെ കാമുകം വല്ലതുമാണോ ഇടയ്ക്കിടെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ? ഹാളു അവളെ കളിയാക്കി. ഓ വേണ്ടായേ, എന്നാൽ ഞങ്ങൾ തമ്മിൽ തല്ലി ചാവും. അല്ല കിച്ചു, ഏട്ടന് നിന്നോട് ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കൽ ആ മനസ്സ് ഞാൻ അറിഞ്ഞതാ. നീ കഴിഞ്ഞേ ഉള്ളൂ ആ മനസ്സിൽ മറ്റൊരാളുടെ സ്ഥാനം. വെരി ഫണ്ണി. ശിവേട്ടൻ ഒരിക്കലും എന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടാവില്ല. ഏട്ടൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അല്ലേ? ഹി ഡിസേർവ്സ് ബെറ്റർ വൺ. അവൾ അത് ചിരിച്ചു തള്ളി. ജെന്നി അവർ പറയുന്നത് കേട്ട് അങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്നാണ് ജെന്നിക്കൊരാഗ്രഹം തോന്നിയത്. നിലാവിൽ വിരിഞ്ഞു നിൽക്കുന്ന നീലാമ്പൽ കാണണമെന്ന്. അപ്പം തന്നെ ഓടി മൂന്നു കുളക്കടവിലേക്ക്. കുളക്കടവിലെ പടവിൽ മൂന്നും ആമ്പൽ വിരിയുന്നത് നോക്കി അങ്ങനെ ഇരിക്കുവാണ്. പാതി വിടർന്ന പൊൻചെമ്പകത്തിൻ്റെ സുഗന്ധം നാസികയിൽ തട്ടി നിൽക്കുമ്പോൾ ചുറ്റിനും നിലാവെളിച്ചത്താൽ നീലിമ പടർന്നിരുന്നു. ആഞ്ഞിലി മരത്തിലെ നക്ഷത്രപ്പൂക്കൾ കാറ്റിൽ പറന്നവരുടെ മുടിയിലേക്ക് ചേർന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തതുപോലെ മഴയൊന്ന് ചാറി. ആ ചാറ്റൽ മഴ പേമാരിയാകുവാൻ അത്ര പോലും സമയമെടുത്തില്ല. പ്രകൃതി പോലും കോപിതമായ കണക്കെ മരങ്ങളെല്ലാം തമ്മിൽ തല്ലി അലച്ചു പെയ്യുന്നു. ജെന്നിയും ഹാളും ഈ കാഴ്ച കാണെ പടവിൽ നിന്നും എഴുന്നേറ്റോടി. എന്നാൽ കിച്ചു അവിടെ അങ്ങനെ സ്തബ്ധയായി ഇരുന്നു പോയി. ആഞ്ഞിലിയുടെ ശിഖരം വില്ലുകണക്കെ വളഞ്ഞു. അത്രയും ശക്തിയാണ് കാറ്റ് വീശുന്നത്. ഹാള് പിന്നെ പണ്ടും ഒറ്റയ്ക്കിട്ട് ഓടുന്നത് ശീലമായതുകൊണ്ട് കിച്ചു അവിടെ ആ പെരുമയിലിരുന്നു.
പെട്ടെന്നാണ് കുളത്തിൽ വെള്ളത്തിൻ്റെ ഓളങ്ങൾ കനക്കം കൂടുന്നത് കിച്ചുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ മേലെ ഓരോ സ്റ്റെപ്പ് വീതം ഉയർന്ന് പടവിൽ നിന്നുകൊണ്ട് വെള്ളത്തെ വീക്ഷിച്ചു. പെട്ടെന്നാണ് തെക്കേ പറമ്പിലിരുന്ന കാലൻ കോഴിയുടെ കൂവൽ കേൾക്കുന്നത്. അവൾക്ക് മനസ്സിലെവിടെയോ ഗായത്രിയുടെ ചിന്ത കയറിക്കൂടി. അവൾ ധൃതിയിൽ സ്റ്റെപ്പ് ഓടിക്കയറിയതും പിന്നിൽ നിന്നും ആരോ അവളുടെ കാലിൽ ശക്തിയായി വലിച്ചു. ആ ശക്തിയിൽ അവൾ കുളത്തിലെ വെള്ളത്തിലേക്ക് ആണ്ടുപോയി. വെള്ളത്തിൽ മുങ്ങിത്തായുമ്പോൾ അവൾ ആ സ്ത്രീരൂപത്തെ വ്യക്തമായി കണ്ടു. ആ ശബ്ദവും, കൊണ്ടുപോവും ഈ ഗായത്രി. അവൻ്റെ ചങ്ക് ഞാൻ പറിച്ചെടുക്കും. നീ ഇനി ജീവിക്കണ്ട, ഓരോന്നായി ഞാൻ കൊണ്ടുപോവും. വെള്ളത്തിൽ മുങ്ങിത്തായുമ്പോഴും അവളുടെ കാതുകളിൽ ഈ വാക്കുകൾ മുഴങ്ങി. പെട്ടെന്നാണ് രണ്ട് കൈകൾ അവളുടെ അരയിൽ ചുറ്റിക്കൊണ്ട് അവളെ ഉയർത്തിയെടുക്കുന്നത്. ആ സ്വബോധം നഷ്ടമായ നിമിഷത്തിൽ പോലും അവൾ ആളെ തിരിച്ചറിഞ്ഞിരുന്നു. ശിവേട്ടൻ. ആരോട് ചോദിച്ചിട്ടാ മോനും കടവിലേക്ക് ഇറങ്ങിയത്, അതും ഈ അസമയത്ത്? കണ്ണടച്ച് കിടക്കുന്ന കിച്ചുവിനരികിൽ ബെഡിലിരിക്കുന്ന ഹാളുവിനെ നോക്കി ശിവ അലറി. ഹാള് തല താഴ്ത്തി കിച്ചുവിൻ്റെ മുടിയകളെ തലോടിക്കൊണ്ടിരിക്കുവാണ് അവൾ. തൊട്ടരികിൽ ജെന്നിയും. കുട്ടികളെ പേടിപ്പിക്കാതെ ശിവ, ഐറ്റിങ്ങൾ പേടിക്കും. ഇപ്പോൾ ഉണ്ണിമോൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ ചെന്ന് കുളിച്ചു മാറി. അച്ചമ്മ ശാസനയോടെ അവനെ ഉപദേശിച്ചു. ഹാളുവിനെ അടിമുടിയൊന്ന് നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്താ കുട്ടിയെ ഉണ്ടായേ? ഉണ്ണി എങ്ങനെയാ ഒറ്റയ്ക്കായത്? അത് അച്ചുവെ, മഴ കൂടിയപ്പോൾ ഞങ്ങൾ കയറിപ്പോന്നു. കിച്ചു വന്നില്ല. ബാക്കി എന്താണെന്നറിയില്ല. ഹാള് പേടിച്ച് പറഞ്ഞു. സേതു അടുക്കളയിൽ നിന്നും നല്ല ചൂട് ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വന്ന് അവൾക്കരികിലിരുന്നു. അവളെ ഉണർത്തി ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് കുടിപ്പിച്ചു. സാരമില്ല ഉണ്ണി, നിനക്ക് സ്വിമ്മിങ് അറിയാവുന്നതല്ലേ, പിന്നെന്താ പെട്ടെന്ന്? അയാൾ സംശയത്തോടെ ചോദിച്ചു. അത് അറിഞ്ഞൂടാച്ചേ, ഞാൻ ഓക്കെയാണ്, ഒന്നുറങ്ങണം. ശിവേട്ടൻ വന്നത് രക്ഷയായി, അല്ലേൽ കഴിഞ്ഞു. കിച്ചു ചിരിച്ചുപോയി. ഹാ, തോന്നിയാസം പറയാതെ വാടക്കുണ്ണി. എല്ലാവരും പുറത്തേക്കിറങ്ങുക, അവൾ ഉറങ്ങട്ടെ. അച്ചമ്മ എല്ലാവരുമായി പുറത്തേക്കിറങ്ങി. അച്ചുവേ, അച്ചു പോവല്ലേ, എനിക്ക് അച്ചുവിനോട് കുറച്ച് സംസാരിക്കണം. വാതിലടച്ച അച്ചമ്മ കിച്ചുവിനരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എന്താ കുട്ടിയെ? ആരാ അച്ചുവേ ഈ ഗായത്രി? അവൾ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അച്ചമ്മയോട് അത് ചോദിക്കുമ്പോൾ അവരുടെ മുഖം വിവർണമായിരുന്നു. ഞെട്ടി നിൽക്കുന്ന അച്ചമ്മയെ ഒന്നുകൂടെ ഉലച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. ആരാണ് ഈ ഗായത്രി? കുട്ടിയോട് ആരാണ് ഈ പേരൊക്കെ പറഞ്ഞു തരുന്നത്? ഇതൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളല്ല, അറിയേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളൊക്കെ ഇതെല്ലാം ആരിൽ നിന്നുമാണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് ഞാൻ പടവിൽ കാലം എഴുതിയതല്ല, എന്നെ ആരോ കാലിൽ പിടിച്ചു വലിച്ച് ആഴത്തിലേക്ക് തള്ളിയതാണ്. ആ ആഴങ്ങളിലും അവർ എന്നെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. എന്നെ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവരാണ് ഗായത്രി. ഈ ഗായത്രിക്ക് നമ്മോട് ഇത്രയും പകയുണ്ടാവാൻ കാരണം എന്താണ് അച്ചുവേ? അവൾ നിറഞ്ഞ മിഴികളോടെ ചോദിച്ചു. എൻ്റെ തേവരെ ഗായത്രി, എൻ്റെ കുട്ടിയെ. എന്നിട്ടെന്ത് നീ പറഞ്ഞില്ല മോളെ? അവളെ സൂക്ഷിക്കണം. എന്തിനും മടിക്കാത്ത ദുരാത്മാവാണവൾ. മേപ്പാടൻ വരണം, അല്ലാതെ ഇതിനൊരു പ്രതിവിധിയില്ല. അച്ചമ്മ വിറക്കുന്ന ശബ്ദത്താലെ പറഞ്ഞു. എന്തിനാണ് അച്ചമ്മ ഇടയ്ക്ക് മേപ്പാടിനെ കാണുവാൻ പോകുന്നത്? എന്നോട് പറയൂ, എനിക്കറിയണം. അവൾ വാശി പിടിച്ചു. പറയാം, എനിക്ക് കുറച്ച് ദിവസം കൂടെ താമോളെ, ഇപ്പോൾ എനിക്ക് മേപ്പാടിനെ കണ്ടേ തീരൂ. അത്രയും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ബെഡിൽ നിന്നും എഴുന്നേറ്റതും ശിവയെ കണ്ട് അച്ചമ്മ ഒന്ന് വിറച്ചു. അപ്പോൾ എൻ്റെ ചിന്തകൾ തെറ്റല്ല. വല്ലവരുടെയും തോന്നിവാസം കേട്ട് ആ മുടിയയച്ചിട്ട് ഊളിയിടുന്ന രാക്ഷസിക്ക് ഹോമിക്കുവാൻ ഇവളെ ഇട്ടുകൊടുക്കാൻ ശിവയ്ക്ക് ജീവനുണ്ടിൽ ശിവ സമ്മതിക്കില്ല. അച്ചമ്മ എളുപ്പം പോയി എന്തേലും ചെയ്യുവാൻ പറയും മേപ്പാടിനോട്. ഇങ്ങനെ ആദ്യ പഠിപ്പിക്കാൻ വയ്യ. ഇവളും സേതു ചെറിയച്ഛനും മനയിൽ വരുമ്പോൾ എനിക്ക് പേടിയാ. അത്രയും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി കിച്ചുവിനെ ഒന്ന് നോക്കിയിട്ടവൻ അകത്തളത്തിലേക്ക് നടന്നു. അച്ചമ്മ എന്തൊക്കെയോ കണക്കുകൂട്ടലോടെ മേപ്പാടിൻ്റെ അരികിലേക്കും. അന്ന് രാത്രി കിച്ചുവിൻ്റെ കൂടെ ജെന്നി ഉണ്ടേലും അവളുടെ മനസ്സിൽ ഗായത്രിയേക്കാൾ ഏറെ ആരുവിൻ്റെ ചിന്തകളായിരുന്നു. അവൻ മനയിലേക്ക് വന്നാൽ അച്ചയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നായിരുന്നു. അച്ചമ്മ മേപ്പാടിനെ കണ്ടു മടങ്ങി. കിച്ചുവിൻ്റെ കയ്യിൽ ഒരു ഏലസ് ജപിച്ചു കെട്ടി. ശിവക്കും ബാക്കി കുടുംബാംഗങ്ങൾക്കും പണ്ട് ഈ ഏലസ് മേപ്പാടൻ നൽകിയിരുന്നു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. നാളെയാണ് നെച്ചുവിൻ്റെ ഹൽദി. ദേവേട്ടൻ്റെ ഫാമിലി നാട്ടിലെ ഹോട്ടലിൽ സ്റ്റേ ആണ്. നാളെ ഹൽദിക്ക് എല്ലാവരും എത്തും. കിച്ചുവിന് അവർ നാട്ടിലെത്തിയെന്ന് അറിഞ്ഞതിൽ പിന്നെ ആകെ വെപ്രാളമാണ്. പിറ്റേന്ന് മനയിൽ പൊടിപൊടിക്കുന്ന ആഘോഷമാണ്. പെൺപടകളെല്ലാം യെല്ലോ കളർ ധാവണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരേ ഒരു ആങ്ങളെ ശിവയ്ക്ക് യെല്ലോ കുർത്തയും. പയ്യൻ്റെ വീട്ടുകാർക്ക് ഡ്രസ് കോഡൊന്നും പറഞ്ഞിട്ടില്ല. വൈകിട്ടത്തേക്ക് സ്വീറ്റ്സ് എല്ലാം ലിസ്റ്റ് എടുത്ത് ഹാള് ശിവയെ ഏൽപ്പിച്ചു. 7 മണിയാവുമ്പോൾ എത്തിച്ചേക്കാമെന്ന് ശിവ വാക്ക് പറഞ്ഞു. ആ ബഹളത്തിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് ശിവയ്ക്കൊപ്പം കയറി വരുന്ന മിത്രനെ ഹാളുവിൻ്റെ കണ്ണിൽപ്പെട്ടത്. അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മിത്രനെ നേർക്ക് കണ്ടാൽ കടിച്ചു തിന്നാൻ നിന്നിരുന്ന ശിവ ഇപ്പോൾ അവനൊപ്പം നടന്ന് മനയിലേക്ക് കയറുന്നു. തേവരെ, അളിയനും സെറ്റായ ഈ പാവം ഹാളുവിന് മാത്രം അങ്ങേര് സെറ്റാവൂലേ? അവൾ പിറുപിറുത്തു.